അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 178. മോളെ ജ്വാല, ചിത്തു സങ്കടത്തോടെ വിളിച്ചു. അമ്മ പ്ലീസ്, എൻ്റെ കുഞ്ഞിനെ ഇനിയും കരയിപ്പിക്കല്ലേ. ഒരു വിധം ഒന്ന് ഓക്കെയാക്കി കൊണ്ടുവന്നതാ ഞാൻ. അഗ്നി ദയനീയമായി ചിത്തുവിനോട് പറഞ്ഞു. ചിത്തു കണ്ണു തുടച്ച് തലയാട്ടി. എടി ഏട്ടത്തി, നീ വിഷമിക്കണ്ടാടി, ആ കിളവനെ നമുക്ക് ശരിയാക്കാം. ഉള്ളിലെ സങ്കടം മറച്ചുവെച്ച് അപ്പു കുറുമ്പോടെ അവളോട് പറഞ്ഞു. ജ്വാല അവനെ നോക്കി ചിരിച്ച് പതിയെ അവനടുത്തായി സെറ്റിയിൽ പോയിരുന്നു. അപ്പു അവളെ ചേർത്ത് പിടിച്ചു. പൊന്നു ജ്വാലയുടെ ഇപ്പുറത്തും വന്നിരുന്നു. അതിനപ്പുറത്തായി മീനു. ജ്വാല എല്ലാവരെയും നോക്കി ചിരിച്ചു. ആരും സങ്കടപ്പെടണ്ട കേട്ടോ, എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്കും അത്ര ആയുസ് ഉണ്ടാവൂന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. ജ്വാല ഇടർച്ചയോട് പറഞ്ഞു. ആരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എന്തു പറയാനാ. പക്ഷേ എൻ്റെ അമ്മയോട് അയാൾ ചെയ്ത ദ്രോഹം മാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ല എൻ്റെ അമ്മ. അത് അത് മാത്രം ഞാൻ ക്ഷമിക്കില്ല. അവളുടെ ശബ്ദം കനത്തു. കണ്ണുകളിൽ വല്ലാത്തൊരു പക. മോഹനും ചിത്തു അവളെ ഉറ്റുനോക്കി. ജ്വാല കണ്ണുകൾ അടച്ചൊന്ന് നിശ്വസിച്ചു. അമ്മേ, അച്ഛേ, പിന്നെ ഇന്നലെ നമ്മൾ ആരും അറിയില്ലാന്ന് കരുതി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ജ്വാലയിൽ പെട്ടെന്നൊരു കള്ളച്ചിരി വിരിഞ്ഞു. പൊന്നും അപ്പവും പരസ്പരം നോക്കി. ജ്വാല അവർക്കിടയിൽ നിന്ന് എഴുന്നേറ്റു. എന്താ മോളെ? മോഹനാണ് ചോദിച്ചത്. പറയട്ടെ? ജ്വാല പൊന്നൂനോടും അപ്പൂനോടും ചോദിച്ചു. രണ്ടും അവളെ വല്ലായ്മയോടെ നോക്കുന്നുണ്ട്. എന്താ ജ്വാലേട്ടത്തി, എന്താ കാര്യം? പറയ്, എന്താണെങ്കിലും എനിക്കറിയണം. മീനു പെട്ടെന്ന് തന്നെ പറഞ്ഞു. ജ്വാല ഒരു ചിരിയോടെ തലേന്ന് രാത്രിയിൽ പൊന്നു അപ്പൂനെ കാണാൻ പോയതും അതിനുശേഷം അപ്പു പൊന്നൂനോട് ഇഷ്ടം തുറന്ന് പറഞ്ഞതെല്ലാം എല്ലാവരോടായിട്ട് പറഞ്ഞു. പൊന്നു ആരെയും നോക്കാനാവാതെ സെറ്റീന്ന് എഴുന്നേറ്റു. ഏ, സത്യാണോ ഏട്ടത്തി? ഇന്നലെ ഇങ്ങനെയൊക്കെ ഉണ്ടായോ? പക്ഷേ ഈ പെണ്ണ് ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലാന്നേ. മീനുവിന്റെ ചുണ്ടു കൂർത്തു. പൊന്നു എല്ലാവരെയും നോക്കി ചിരിച്ചും കൊടുത്തു. ചിത്തു പൊന്നുവിനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. അതമ്മേ, അപ്പേട്ടന് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ പാവല്ലേ, ഒരു ജീവിതം കൊടുക്കാന്ന് കരുതി. പൊന്നു ഇളിയോടെ പറഞ്ഞു. അപ്പു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. പെണ്ണവനെ നോക്കാനേ പോയില്ല. ആണോ? അങ്ങനെയാണോടി? നീ ഞങ്ങളുടെ ചെക്കനെ മയക്കിയെടുത്തതല്ലേ? ചിത്തു പൊന്നുവിന്റെ ചെവിക്ക് പിടിച്ചു. ആ വീടമ്മേ, ഞാനല്ലാന്ന്, സത്യം ഈ അപ്പേട്ടനാ. അവള് നിന്നിടത്ത് നിന്ന് തുള്ളിക്കൊണ്ട് പറഞ്ഞു. ചിത്തു ചിരിയോടെ അവളുടെ ചെവിന്ന് കൈയെടുത്തു. പൊന്നു അവരെ ചുറ്റിപ്പിടിച്ചു നിന്നു. കള്ളം പറയാമ്മേ, ഈ നാഗവല്ലി എന്റെ പിറകെ നടന്നു നടന്ന് പറ്റിപ്പോയതാ. അപ്പു പെട്ടെന്ന് തന്നെ തിരുത്തി പറഞ്ഞു. എന്ത് പറ്റിപ്പോയെന്ന്? മോഹന്റെയാണ് ചോദ്യം. ഈ അല്ല, അങ്ങനെ പിറകെ നടന്നപ്പോ, ചിരിച്ചപ്പോ, വഴക്കിട്ടപ്പോ. ഓ, ഈ കിളവനത് എന്തൊക്കെ അറിയണം. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി, അല്ല പിന്നെ. അപ്പു ചുണ്ടുകൊട്ടി. കിളവൻ എന്റെ അച്ഛൻ. മോഹൻ കലിപ്പായി. ആ, അങ്ങനെ തന്നെ വിളിച്ചേ. അപ്പു പുച്ഛിച്ചു. ഡാ. മോഹൻ കപടദേഷ്യത്തോടെ വിളിച്ചു. ഓ എന്റെ ചെറുപ്പക്കാരാ, ഒന്ന് അടങ്ങ്. ഏതായാലും ഈ സാധനം എന്റെ പെടലിയിലായി. ഇനി വേഗത്തിന് എനിക്ക് കെട്ടിച്ചു തന്ന അത്രയും ഉപകാരം. അപ്പു മോഹനോട് കുറുമ്പോടെ പറഞ്ഞു. ഓഹോ, അപ്പൊ കാര്യങ്ങൾ അതുവരേക്കായോ? ഏതായാലും കല്യാണം ഇപ്പൊ നടക്കില്ല അപ്പോട്ടാ. പെട്ടെന്ന് മീനു ഗൗരവത്തോടെ പറഞ്ഞു. അഗ്നിയും ജ്വാലയും പരസ്പരം നോക്കി. അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ? ജ്വാല ചോദിച്ചു. നടക്കില്ല, അത്ര തന്നെ. ആദ്യം എൻ്റെ വ്യാസേട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്ക്. എന്നിട്ട് മതി നിങ്ങളുടെ കല്യാണം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ആ മനുഷ്യനാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തന്നെയില്ല. പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് നടക്കല്ലേ. മീനുവിന്റെ കവിള് വീർത്തു. അത് കണ്ട് എല്ലാവരും ചിരിച്ചുപോയി. ആ, നീ പഠിക്കില്ലേ മീനു, അത് കഴിയട്ടെ. അവൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. അഗ്നി ചിരിയോടെ ചോദിച്ചു. പിന്നെ കാര്യം. അങ്ങനെയാണെങ്കിൽ അഗ്നിയോട് എന്തിനാ ഈ പെണ്ണിനെ കെട്ടിയേ? ഇവളും പഠിക്കല്ലേ, പ്രായമാണെങ്കിൽ എന്നെക്കാളും കുറവാ. അതുകൊണ്ട് ആ കാര്യം പറയണ്ട. മീനുവിന് പുച്ഛം തന്നെ. നിനക്കെന്താ കെട്ടാൻ മുട്ടി നിൽക്കുകയാണോ? അപ്പു അവളെ കളിയാക്കി. ആ, എന്തേ? നിങ്ങൾക്ക് കെട്ടാൻ മുട്ടി നിൽക്കുന്നോണ്ടല്ലേ നിങ്ങളിപ്പോ കല്യാണം വേണമെന്ന് പറഞ്ഞ്. അതുപോലെ തന്നെയാ ഞാനും. കല്യാണം കഴിഞ്ഞാലും ഞാൻ പഠിച്ചോളാന്നേ. പ്ലീസ്, എല്ലാവരും ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് ശരിയാക്കി താ. ആദ്യം ഗൗരവത്തോടെ പറഞ്ഞു വന്ന മീനു അവസാനമായപ്പോഴേക്കും അപ്പുവിനോട് കെഞ്ചി. അപ്പു ചിരിയോടെ തലയാട്ടി. അതിന് ഞങ്ങൾ സമ്മതിച്ചിട്ട് കാര്യമില്ല മീനൂട്ടി. വ്യാസ സമ്മതിക്കില്ല. അവൻ നിന്റെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക. മോഹൻ പറഞ്ഞു. നിങ്ങളൊക്കെ പറയുന്നേ മാമ, എനിക്ക് വ്യാസേട്ടന്റെ കൂടെ ജീവിക്കാൻ അത്ര ആഗ്രഹമായിട്ടാ. ഞാൻ കാരണം ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ. എന്നിട്ട് ഇപ്പോഴാ എനിക്കൊന്ന് കിട്ടിയേ. ഇനി അകന്നിരിക്കാൻ പറ്റാത്തതുപോലെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മീനു ഇത്രയും നേരം സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലായത്. അഗ്നി പെട്ടെന്ന് മീനുവിനെ ചേർത്ത് പിടിച്ചു. കരയാണോ മീനൂട്ടി? അവൻ വാത്സല്യത്തോടെ ചോദിച്ചു. അവള് മറുപടി പറയാതെ അവനെ നോക്കിയതേയുള്ളൂ. നാളെ നമ്മളെല്ലാവരും തറവാട്ടിലേക്ക് പോവാ, അഗ്നി പറഞ്ഞു. ഏട്ടാ, നാളെയോ? അപ്പു അമ്പരന്നു. അതെ, നാളെ തന്നെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞനൊരു മാറ്റം അനിവാര്യ. അതുകൊണ്ട് നാളെ തന്നെ പോണം, അഗ്നി തീരുമാനിച്ചുറപ്പിച്ചതുപോലെ പറഞ്ഞു. അച്ഛാ, ഞാൻ ശ്രാവണിനെ വിളിച്ചു പറഞ്ഞോളാം. നമ്മുടെ കമ്പനി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്നവനാ. നമ്മൾ വരുന്നത് വരെ അവൻ തന്നെ എല്ലാം മാനേജ് ചെയ്തോളും. പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വർക്ക് മെയിൽ ചെയ്താൽ മതിയല്ലോ.
അഗ്നി പറഞ്ഞു. ശ്രാവൺ അവരുടെ കമ്പനിയിലെ പ്രൊജക്ട് മാനേജറാണ്. ശരി കണ്ണ. മോഹൻ സമ്മതിച്ചു. അഗ്നി മീനുവിനെ നോക്കി. പിന്നെ മീനു, നിനക്ക് ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. എന്താ അഗ്നിയേട്ടാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അതോ, അതുണ്ടല്ലോ, നാളെ നമുക്കൊപ്പം വ്യാസും അവന്റെ അച്ഛനും അമ്മയും കൂടി വരുന്നുണ്ട്, അവൻ പറഞ്ഞു. സത്യം? അവള് വിശ്വാസം വരാതെ ചോദിച്ചു. ആ, സത്യം, അഗ്നി ചിരിയോടെ പറഞ്ഞു. വ്യാസേട്ടൻ സമ്മതിച്ചോ? ഇല്ല, അവനോട് പറയാൻ പോകുന്നേ ഉള്ളൂ. അവൻ സമ്മതിക്കും, അതുപോരെ? മതി. അവള് സന്തോഷത്തോടെ അഗ്നിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ നിന്റെ കല്യാണക്കാരിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാട്ടോ. നീ അതുവരെ ആ ചെക്കന് ഒരു സമാധാനം കൊടുക്കണം, അഗ്നി കുസൃതിയോട് പറഞ്ഞു. ഡൺ. ഇനി ഞാനൊരു ശല്യം ചെയ്യില്ല. ഞാൻ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. എടി പൊന്നു, വാടി. അതും പറഞ്ഞ് മീനു പൊന്നുവിന്റെ കൈയും പിടിച്ച് അവളുടെ റൂമിലേക്ക് ഓടി. അത് കണ്ടു നിന്ന് എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരിയുണ്ടായിരുന്നു. അഗ്നി ജ്വാലയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തും നിറഞ്ഞ സന്തോഷം. ആ സന്തോഷമാണ് അഗ്നിക്ക് എന്നും കാണേണ്ടത്. എന്റെ കുഞ്ഞൻ. അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു. രാജൻ അരുന്ധതിയും മക്കളെയും കൂട്ടി നേരെ പോയത് മംഗലത്തുനിന്ന് കിട്ടിയ ഷെയർ കൊണ്ട് അവർ വെച്ച വീട്ടിലേക്കാണ്. കാറിലിരിക്കുമ്പോഴും പിന്നീടുള്ള യാത്രയിലും നാലുപേരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല. വീട്ടിലെത്തിയതും അരുന്ധതി സുരഭിയും പിടിച്ച് റൂമിലേക്ക് പോയി. സൗബിയോട് വീട് വൃത്തിയാക്കിയിടാനും ഏൽപ്പിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ നേരെ അവളുടെ റൂമിലേക്കും കയറിപ്പോയി. രാജൻ അയാളുടെ റൂമിലായിരുന്നു. ബെഡിൽ കൈകൾ മുറുകുമ്പോഴും അതുവരെ അനുഭവിച്ച ടെൻഷൻ കൊണ്ടെന്ന പോലെ അയാളുടെ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൈകൾ ഉയർത്തി അയാൾ കഴുത്തിൽ പതിയെ ഒന്ന് തൊട്ടുനോക്കി. വേദന കൊണ്ട് അയാൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. പതിയെ എഴുന്നേറ്റ് അലമാരയുടെ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. പൊടി പിടിച്ച മിറർ തുണി വെച്ച് തുടച്ച് അയാൾ അയാളുടെ കഴുത്തിലേക്ക് നോക്കി. അവിടെ ആകെ ചുവന്നു കിടക്കുന്നു. അഗ്നിയുടെ കൈകളുടെ ബലം. എന്നാലും അവൻ എങ്ങനെ ഇതെല്ലാം അറിഞ്ഞു? എത്രയൊക്കെ ആലോചിച്ചിട്ടും അത് മാത്രം രാജന് മനസ്സിലായില്ല. ഉള്ളിൽ വല്ലാത്തൊരു ഭയം. താനിത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് വരെ അയാൾ ഓർത്തു നോക്കി. ഇല്ല, ഈയൊരു കാര്യം അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. പറയാൻ ഭയമായിരുന്നു എന്നതാ സത്യം. അന്ന് സീത ആത്മഹത്യ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അയാളെ നിശ്വസിച്ചു. സ്ഥാനം കൊണ്ട് എൻ്റെ അനിയനാണെങ്കിലും എന്നേക്കാൾ കാര്യപ്രാപ്തിയുള്ള ഭദ്രൻ എന്നും എൻ്റെ ശത്രുവായിരുന്നു. അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കൾ ഞാൻ ദൂർത്തടിച്ച് തീർക്കുമ്പോഴും അച്ഛനൊപ്പം നിന്നവനാ ദേവഭദ്രൻ. അതുകൊണ്ട് തന്നെ അച്ഛന് എന്നും എന്നേക്കാൾ പ്രിയ അവനോടായിരുന്നു. അച്ഛന് മാത്രമല്ല, അമ്മയ്ക്കും. പണമുള്ളത് ചെലവാക്കാൻ തന്നെയല്ലെന്ന ചിന്താഗതിയായിരുന്നു എനിക്ക്. ഞാൻ വിവാഹം കഴിച്ചവളൊരു സുന്ദരി, ഒരു വലിയ കുടുംബത്തിലെ 2 മക്കളിൽ ഒരുവളായ അരുന്ധതി. അതുകൊണ്ട് തന്നെ സന്തോഷമായിരുന്നു. അതിനിടയിൽ അംബികയ്ക്ക് അവളുടെ ഏട്ടൻ കേശവനെ ആലോചിച്ചപ്പോഴും എതിർപ്പൊന്നും തോന്നിയില്ല. പക്ഷെ കയ്യിൽ ഒരുപാട് പണമുള്ളതുകൊണ്ട് തന്നെ അരുന്ധതിയെപ്പോലൊരു സുന്ദരിയെ അറിഞ്ഞ ശേഷം പിന്നീട് ഒരുപാട് പേർക്കൊപ്പം എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ശാരീരികമായിട്ട് മാത്രം തുടർന്നു പോകുന്ന ബന്ധം. അത് അരുന്ധതി അറിഞ്ഞപ്പോഴേക്കും സുരഭി ജനിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും അരുന്ധതിക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല എന്നത് എന്നെ ഞെട്ടിച്ചു. അവൾക്ക് കുറെ പട്ടുസാരി ആഭരണങ്ങളും പണവും മാത്രം കിട്ടിയാൽ മതി, മറ്റൊന്നും വേണ്ട. അതറിയാവുന്നത് കൊണ്ട് തന്നെ അതിനൊന്നും ഒരു കുറവും വരുത്തിയിരുന്നില്ല. എൻ്റെ ഇത്തരത്തിലുള്ള ബന്ധം അവൾക്കൊരു പ്രശ്നമല്ല എന്നുള്ളത് എനിക്കും ആശ്വാസമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ വീണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ജീവിതം. എങ്കിലും അവളെ മക്കളെ നന്നായി തന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനിടയിലും തന്നെ മോഹിപ്പിച്ച ഒരുവളുണ്ടായിരുന്നു, സീത. അയാളുടെ കണ്ണുകൾ ആ പേരുകൾ ചൊല്ലവേ പോലും വല്ലാതെ വിടർന്നു പോയി. മംഗലത്തെ കാര്യസ്ഥൻ കരുണന്റെ മകൾ. കാണാൻ ഒരു സുന്ദരി തന്നെയായിരുന്നു അവള്. ഇപ്പൊ ജ്വാല എങ്ങനെയാണോ അതുപോലെ തന്നെ. അല്ല, ജ്വാലയേക്കാൾ സുന്ദരിയായിരുന്നു സീത. ആരും കണ്ടാ മോഹിച്ചു പോകുന്ന ഉടലഴകുള്ളവൾ. പണ്ടേക്ക് പണ്ടൊരു മോഹം ഉണ്ടായിരുന്നു അവളോട്. ആ ശരീരത്തോട് മാത്രം. അത്രയും സുന്ദരിയല്ലേ. പക്ഷെ അച്ഛൻ്റെ വിശ്വസ്തനായ കാര്യസ്ഥൻ്റെ മകളായതുകൊണ്ട് തന്നെ ആ മോഹം ഉള്ളിലടക്കെ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ. എങ്ങാനും അച്ഛനറിഞ്ഞാ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവളെ മറക്കാൻ ശ്രമിച്ചു. പക്ഷെ അരുന്ധതി ആദ്യമായിട്ട് കണ്ട നിമിഷം എനിക്ക് സീതയെ പോലെ തോന്നിയേ. അവളെപ്പോലൊരു പണക്കാരിയെ പെണ്ണിനെ കെട്ടിയതിന് പിന്നിലെ മറ്റൊരു രഹസ്യം അതായിരുന്നു. അയാൾ കൈകൾ ഉയർത്തി പതിയെ മിററിൽ തൊട്ടു. സ്വത്തുക്കളെല്ലാം ഷെയർ ചെയ്ത് തന്നതുകൊണ്ട് തന്നെ മംഗലത്തുനിന്ന് ഇറങ്ങി. തനിച്ചൊരു ബിസിനസ് തുടങ്ങാൻ തന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. അളിയൻ്റെ കൂടെയും ഒരുപാട് ജോലികൾ ചെയ്തു. അതും കാര്യമുണ്ടായിട്ടില്ല. ഞങ്ങൾ കൂടുതൽ തകർച്ചയിലേക്ക് പോവുക ചെയ്തേ. എങ്കിലും മംഗലത്തേക്കുള്ള ഇടയ്ക്കിടെയുള്ള സന്ദർശനം കൊണ്ട് പണം കയ്യിൽ വരുന്നതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കും. ഭദ്രൻ ചോദിച്ചാ ചങ്ക് പറിച്ചു തരും അവൻ. അറിയാം എനിക്ക് അവനെ നന്നായി തന്നെ. ആ സ്നേഹം മുതലാക്കി അവനിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞെട്ടിപ്പോയത് അവന് സീതയെ ഇഷ്ടാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു. ഒരിക്കൽ ഞാൻ മോഹിച്ചവള് അവൻ പ്രണയിക്കുന്നോ? കാണാൻ കൊള്ളാവുന്നതിലുപരി അവളെപ്പോലൊരു ഗതിയില്ലാത്ത ഒരുവളെ, അതും അവിടുത്തെ കാര്യസ്ഥന്റെ മകളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. എതിർത്തു നോക്കി. ഞാൻ മാത്രമല്ല, അംബികയും. അവളെ ആ കുടുംബത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ ഒരു ബഹളം കൊണ്ട് ഒന്നും അവസാനിച്ചില്ല.
ഭദ്രൻ സീതയെ വിവാഹം കഴിച്ചു. പരസ്പരം പ്രണയിച്ചവർ കഴിയുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ സീത ഭദ്രന്റെ ഭാര്യയായി വന്നതിന് ശേഷം അവളോട് എനിക്ക് തെറ്റായ രീതിയിൽ ഒന്നും തന്നെ തോന്നിയിട്ടില്ല, വെറുപ്പല്ലാതെ. പക്ഷെ ആ വെറുപ്പെല്ലാം ഇല്ലാതായി വീണ്ടും ഒരു മോഹമായിട്ട് അവൾ എന്നിൽ വളർന്നത് അന്നത്തെ ആ ദിവസമായിരുന്നു. രാജന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും എന്നായിരുന്നു അതെന്ന് അയാൾ ആലോചിച്ചു നോക്കി. അതെ, ജ്വാല ജനിച്ചതിന് ശേഷമായിരുന്നു അത്. അന്ന് ഭദ്രൻ വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും പറമ്പിലോ മറ്റോ ആയിരുന്നു. റൂമിൽ നിന്ന് ജ്വാല കരയുന്നത് കേട്ട് ഇഷ്ടക്കേടോടെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാ ചാരി വെച്ചിരിക്കുന്ന വാതിലിനിടയിലൂടെ ആ കാഴ്ച കണ്ടത്. ജ്വാലയ്ക്ക് പാല് കൊടുക്കുന്ന സീത. അയാളുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. കണ്ണുകൾ ജ്വാല എന്ന ഇത്തിരിയില്ലാത്ത കൊച്ചു കുഞ്ഞു നുകരുന്ന സീതയുടെ മേനിയിലായിരുന്നു. സീത, തന്നെ മോഹിപ്പിച്ചവൾ. അവളോട് എനിക്ക് വീണ്ടും മോഹം തോന്നുന്നു ഞാൻ അറിഞ്ഞ നിമിഷമായിരുന്നു അത്. അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചൊന്ന് തുറന്നു. ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കാണുമ്പോൾ ഏത് നല്ലൊരു മനുഷ്യനും ആ കാഴ്ചയിൽ അവരോട് കാമം തോന്നില്ല, മറിച്ച് ബഹുമാനമായിരിക്കും. പക്ഷെ രാജന് ആ സമയം തോന്നിയത് കാമം മാത്രമായിരുന്നു. അയാൾ തലയൊന്നു കുടഞ്ഞു. പാടില്ലായിരുന്നു സീത, നിന്നെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ വീണ്ടും വേണമെന്ന് തോന്നിയേ, അതിനുവേണ്ടി ഏതറ്റം വരെയും പോവണമെന്ന് തോന്നിയേ. അയാളുടെ തൊണ്ട വരണ്ടു. അന്ന് ആരെയും കാണാൻ നിൽക്കാതെ പെട്ടെന്ന് ആ പടി ഇറങ്ങിപ്പോയെങ്കിലും പിന്നീട് സീത എന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. മംഗലത്തേക്കുള്ള സന്ദർശനം സ്ഥിരമാക്കി. സീത എന്നോട് അങ്ങനെ സംസാരിക്കാറില്ല. അല്ലെങ്കിലും ഭദ്രനോടും അച്ഛനോടും അമ്മയോടും ജ്വാലയോടും സ്വന്തം വീട്ടുകാരോടും ഒഴികെ അവൾ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. പിന്നെ ഭദ്രൻ ഒരേട്ടനെന്ന രീതിയിൽ എന്നോട് കാണിക്കുന്ന അതേ ബഹുമാനം അവൾക്കും എന്നോടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴോ എൻ്റെ നോട്ടത്തിലെ തെറ്റായ രീതി അവൾ കണ്ടുപിടിച്ചു. അവളുടെ കണ്ണുകളിൽ എന്നോട് വെറുപ്പ് നിറഞ്ഞു. എങ്കിലും അത് കാര്യാക്കാതെ ഒരിക്കൽ ആരുമില്ലാന്ന് ഉറപ്പുവരുത്തി മംഗലത്തേക്ക് പോയി. സീതയെ കാണാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ അവളുടെ റൂമിലേക്ക് പോയി. ബെഡിൽ കുഞ്ഞിനൊപ്പം കിടക്കായിരുന്ന അവളെ കണ്ട് ഒരു നിമിഷം നിന്നുപോയി. എന്നെ കണ്ടതും അവൾ ഞെട്ടിപ്പോയിരുന്നു. അവൾ ശബ്ദം ഉയർത്താൻ തുടങ്ങിയതും പെട്ടെന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളൊരു നിമിഷം സ്തംഭിച്ചു നിന്നത് അറിഞ്ഞിരുന്നു. പക്ഷെ അടുത്ത നിമിഷം എന്നെ തള്ളിമാറ്റി കവളടക്കം അവളെ വീശിയടിച്ചു കഴിഞ്ഞിരുന്നു. പകച്ചു നോക്കിപ്പോയി അവളെ. അപ്പോഴേക്കും ഭദ്രനും മംഗലത്തേക്ക് കയറി വന്ന നേരായിരുന്നു. റൂമിൽ എന്നെ കണ്ട് അവൻ ഞെട്ടലോടെ നോക്കി. സീത വിളിച്ചു കയറ്റിയതാണെന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ അന്ന് ആദ്യമായി അനിയനായവന്റെ കൈകളും എനിക്കുമേൽ പതിച്ചു കഴിഞ്ഞിരുന്നു. തുടരും.